Hi, hello, good evening. This is Vikas Karthik. ഹായ്. പ്രാർത്ഥനകളുടെയും നോമ്പിൻ്റെയും 29 ദിനങ്ങൾ, അത് കഴിഞ്ഞ് നാളെ പെരുന്നാൾ. ടോക്ക് ഓഫ് ദ ടൗൺ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് നമ്മോടൊപ്പം അസ്ന ആൻഡ് അസ്നീം ഫ്രം സിബ്ലിങ്സ് ബാൻഡ്. ഇന്നത്തെ നിങ്ങളുടെ ഒരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്താ ശരി, ഇത് നോമ്പ് തുടങ്ങുന്ന ദിവസമാണ് നിങ്ങൾ വരുന്നത്. അതെ അതെ, ഇന്ന് നോമ്പ് അവസാനിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ വന്നിരിക്കുകയാണ്. രണ്ടുപേർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. അതേപോലെ വികാസ് ബ്രോയ്ക്കും ഈദ് മുബാറക്. സന്തോഷം, താങ്ക് യു. അപ്പൊ എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? അതെ, പെരുന്നാൾ നമ്മൾ UBL തുടക്കം ഇട്ടേക്കാണ്. അതെ അതെ, ഇനി 2-3 ദിവസം അവധി ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ അവധി നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഈദ് ആണ്, പെരുന്നാളാണ്. അപ്പൊ അതിനോടൊരു ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടിലൂടെ തുടങ്ങാം അല്ലെ? നമുക്ക് ഒരു സോങ് പാടാം. നമ്മുടെ റംല ബീഗം എന്ന സിംഗർ പാടിയ ഒരു സോങ് ആണ്, കജ്റ മുഹബത്ത് വാല എന്നൊരു സോങ്ങിന്റെ മലയാളം വേർഷൻ. അതിന്റെ മലയാളം വേർഷൻ ഉണ്ട്. അതെ അതെ, ഓക്കെ. അല്ല, അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നോക്കാം. അൽഹംദുലില്ലാഹി അഹ്മദ് നബി അരുൾമേലേ സല്ലി സ്വലാത്തും സലാമും നാലാമായി പുകഴ്ന്നേനിലിസാ. അൽഹംദുലില്ലാഹി അഹ്മദ് നബി അരുൾമേലേ സല്ലി സ്വലാത്തും സലാമും നാലാമായി പുകഴ്ന്നേനിലിസാ. അഹ്ദായനമായി തരുളാലേ അഹ്മദ് നബി റസൂലേ. അഹ്ദായനമായി തരുളാലേ അഹ്മദ് നബി റസൂലേ. അറബിയിൽ മൗലായാസീനേ അമര പുകഴ്ന്നും ഷിമാനേ. അറബിയിൽ മൗലായാസീനേ അമര പുകഴ്ന്നും ഷിമാനേ. റഹ്മത്തുൽ ലിൽ ആലമീൻ നാലാമായി പുകഴ്ന്നേനിലിസാ. അൽഹംദുലില്ലാഹി അഹ്മദ് നബി അരുൾമേലേ സല്ലി സ്വലാത്തും സലാമും നാലാമായി പുകഴ്ന്നേനിലിസാ. കജ്റ മുഹബ്ബത്ത് വാല അഖിയോं में सा डाला. कजरे ने ली मेरी जान, हाय रे मैं तेरी कुर्बान. दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरी कुर्बान. ഇത് ആക്ച്വലി ഒരു പഴയ മാപ്പിളപ്പാട്ടാണ്. റംല ബീഗം എന്നുള്ള സിംഗർ പാടിയതാണ്. പക്ഷെ ഇങ്ങനെ കുറെ കോൺട്രവേഴ്സീസ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ മലയാളം വേർഷൻ ആദ്യം വന്നത്, പിന്നെയാണ് അത് ഹിന്ദിയിലേക്ക് വന്നത്, അങ്ങനെ കുറെ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ കജ്റ മുഹബത്ത് വാല സോങ് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഈ മലയാളം വേർഷൻ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതൊരു മാപ്പിള സോങ് ആണല്ലേ. അപ്പൊ നാളെ എന്താ പരിപാടി അസ്നി? നാളെ ഒന്ന് അബുദാബിയിൽ പോകണം, അതാണ് പ്ലാൻ. അതെ, മറ്റന്നാൾ ഒരു ചെറിയൊരു പ്രൈവറ്റ് ഷോ ഉണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. അതെ, പ്രോഗ്രാം ഉണ്ട്. ഉണ്ട്, ഓൾറെഡി കുറച്ച് സെറ്റ് ചെയ്ത് വെച്ച പാട്ട് തന്നെയാണ്. ഒരു ബർത്ത്ഡേ ദുബായിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈദാണ്, പെരുന്നാളാണ്. ഈ പെരുന്നാൾ ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം. ഓർമ്മയുണ്ടോ പഴയ കുട്ടിക്കാലത്ത് ഇഫ്താർ പാർട്ടികൾ? നമ്മുടെ പെരുന്നാളിന് മെയിൻ ആയിട്ട് എല്ലാവരും രാവിലെ എത്തും. നമ്മുടെ കസിൻസ്, വലിയൊരു ഫാമിലിയാണ് നമ്മുടെ. എല്ലാ കസിൻസ് നാട്ടിലാണ് ഞാൻ ഈ പറയുന്നത്. നാട്ടിലായിരുന്ന സമയത്ത് എല്ലാവരും ഒക്കെ വരുമായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. ഇപ്പം എല്ലാവരും പല വഴിക്ക് പോയി. ഉണ്ടുണ്ട്, നമ്മള് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പം, മിസ്സിംഗ് ഫീൽ ഇല്ല. സോ എല്ലാവരും ഒക്കെ
ഇവിടുത്തെ എല്ലാവരും, ഇവിടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്, സോ അവരെല്ലാവരുമായിട്ടും കൂടുന്നുണ്ട് നമ്മൾ. ഞങ്ങളുടെ കുറെ കസിൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഓൾറെഡി ഇഫ്താർ കൂടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കസിൻസ് എല്ലാവരുമായിട്ട്. കസിൻസ് നല്ല വൈബാണ്, അവരെല്ലാം ഇതുപോലെ മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ നമ്മളിങ്ങനെ കൂടുമ്പോ നമ്മളുടെ പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് രസമാണ്. അതെ, ഈ ഫാമിലിക്ക് ആയിട്ട് കൂടുമ്പോ ഈ ഇഫ്താർ വൈബിൽ നിൽക്കുന്ന ഏതെങ്കിലും പാട്ടുകൾ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ? അതെ അതെ, നമ്മളവിടെ അത് നമ്മുടെ ഈദ് മാത്രമല്ല, ഈ കല്യാണങ്ങൾ വരുമ്പോഴും ഇതേപോലെ മാപ്പിളപ്പാട്ടുകൾ എപ്പോഴും ഞാനോ എൻ്റെ കസിൻസോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പാടാറുണ്ട്. സ്ഥിരം കുറെ മാപ്പിളപ്പാട്ടുണ്ട്. അപ്പൊ ആ സോങ്സ് തീർച്ചയായും പോലെ കുറച്ച് റെഡിയല്ലേ? ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങൾ ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദവ്രത കല്യാണം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങൾ ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദവ്രത കല്യാണം. പൂരണപ്പാതിയുടെ നടുവിലെ അതിലകമുനിയുടെ മേടയില് പൂമുല്ല പന്തലും അതിലക പുറമത് പലവിധനമാലേ പൂവാടി കളകിരി തിരിഞ്ഞിടും നിടഞ്ഞിടും മണിമല വിഷരാലേ കൊഞ്ചുന്ന സഖിമനുവനവധി നീങ്ങുന്ന തോരണക്കാം വാലമിനാലും വൈദ്യുതി പ്രകാശമിനാലും ജിൽ 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 ഹോ സിൽ 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 സസാ സരി രേ രേ ഗഗാ ഗമമ്മ പപ്പ പപ്പ സസ സസ നിന്നി നിന്നി സാ 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 സാരസംകൃതപമകരിമേളം സാന്ദ്രമധുരവുമായൊരുമേളം അന്നാനേ ഹോയ് 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 അന്നാനേ എങ്ങുമി ഭംഗിയിൽ മുങ്ങി വിളങ്ങി വിളങ്ങി മയങ്ങിയ രങ്ങളൊരുങ്ങിയ മംഗളപന്ത് ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങൾ ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദവ്രത കല്യാണം. ആകെ ചുറ്റിലകത്തിലും എത്തനകത്തിരുകത്തണ വീത്തിരുവിത്തരുമത്തിര മുത്തനബീനല്ല ജന്മദിനൂർ മുഹമ്മദ് റാകിയ ആദം മക്കളിലൊക്കെ മിനക്കൊരു തക്ക വിളക്കുളി മുക്കിയ മക്കളഹർക്കനെ ചിക്ക ഹബീബുള്ള. ആകെ ചുറ്റിലകത്തിലും എത്തനകത്തിരുകത്തണ വീത്തിരുവിത്തരുമത്തിര മുത്തനബീനല്ല ജന്മദിനൂർ മുഹമ്മദ് റാകിയ ആദം മക്കളിലൊക്കെ മിനക്കൊരു തക്ക വിളക്കുളി മുക്കിയ മക്കളഹർക്കനെ ചിക്ക ഹബീബുള്ള. കടക്കണ്ണി മുനകൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൻ മുഹബത്തിൻ മധുരത്തിനൊളിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ. കടക്കണ്ണി മുനകൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു കണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തിനൊളിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ. മനസ്സകമിൽ മുഹബത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മഹമലയെടുത്ത് മധുമതിയാ മണിമങ്കി കിളങ്ങുവാൻ മണവാള നീതാ വരുന്നേ. മനസ്സകമിൽ മുഹബത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മഹമലയെടുത്ത് മധുമതിയാ മണിമങ്കി കിളങ്ങുവാൻ മണവാള നീതാ വരുന്നേ. ആറ്റിലെത്തിയരും വിളിമീനെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാകൻ തട്ടില് മുത്തിന് ഹാസിലാക്കള മുട്ടിവനാണ്. ആറ്റിലെത്തിയൊരും വിളിമീനെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാകൻ തട്ടില് മുത്തിന് ഹാസിലാക്കള മുത്തിവനാണ്.
കുറച്ചു കാലത്തേക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്ക് എത്തിപ്പെട്ട അവസ്ഥയാണ് ഉണ്ടായത്. ആ ഒരു വൈബ് ശരിക്ക് ഫീൽ ചെയ്തു പാട്ടിന് വേണ്ടിയിട്ട്. അത് ഇപ്പം നിങ്ങൾ ഒരു പണ്ട് മുതലേ ഉള്ളൊരു നിങ്ങൾ സിസ്റ്ററും ബ്രദറും, അപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതുപോലൊരു പാട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഒരു ബ്രദറ് സിസ്റ്ററെ വെച്ചിട്ട് പാടുന്നൊരു പാട്ട്, സിസ്റ്റർക്ക് വേണ്ടി പാടുന്നൊരു കല്യാണത്തിന് വേണ്ടിയിട്ട്. അല്ല ഒരു ഇതുപോലത്തെ ഒരു ഇതുള്ളൊരു പാട്ടാണ്, ഒരു പഴയ പെട്രോ പാട്ടാണ്. എനിക്ക് പാടാൻ പറ്റില്ല. അത് ഒരു അതിന്റെ ഒരു കഥാസന്ദർഭം പറയാം. അപ്പൊ സിസ്റ്റർ കല്യാണമൊക്കെ സെറ്റ് ആവുന്ന സ്വപ്നം കണ്ടിട്ട് ഒരു ബ്രദർ ചൊല്ലിക്കൊടുക്കുന്ന പാട്ടാണ്. ജയൻ അഭിനയിച്ച സിനിമയിലെ പാട്ട്. പണ്ടത്തെ പാട്ട്, സിനിമാ പാട്ട് തന്നെയാണ്. സിനിമാ പാട്ട് തന്നെയാണ്. ടാസ്ക് പോലത്തെ അങ്ങാടി എന്ന് പറഞ്ഞ സിനിമ, പാവാട വേണം കെട്ടി, അതാണോ? അതല്ല, പാവാട വേണം. ഓക്കെ ഓക്കെ ഓക്കെ, പാട്ട് ഞാൻ കേട്ടില്ല. ഓക്കെ, പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലേക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താണ് നീ നമ്മക്ക്. പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലേക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താണ് നീ നമ്മക്ക്. അല്ലാനെ ഉമ്മ പൊല്ലാപ്പ് വേണ്ട 5000 കൊടുക്കാം, 18 തരതര തരതര തന്ന നിക്കാതിരൊരുങ്ങി വരും. ഓ നിരിക്കുമ്പം പറന്നു വരും. അല്ല, എന്നോട് റിക്വസ്റ്റ്, എപ്പിസോഡ് കണ്ട ഒരു ഫാൻ എന്നോട് പറഞ്ഞിരുന്നു. ഓക്കെ, താങ്ക് യു. ആക്ച്വലി ഇപ്പൊ ഈ പാട്ട് കേട്ടപ്പോ എന്റെ കല്യാണത്തിന് ഈ പാട്ട് പാടേണ്ടതായിരുന്നു. അതെ. കുറച്ച് സോങ്സ് പാടിയായിരുന്നു, പക്ഷെ ഈ പാട്ട് നമുക്ക് പെട്ടെന്ന് മെമ്മറിയിൽ വന്നില്ല. അതാണ് വെണ്ണില കൊമ്പിലെ പാടി, നിലാപ്പ ഇതിലെ പാടി, അങ്ങനത്തെ അസ്നായി എങ്ങനെ കരയിപ്പിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു അന്ന്. പിന്നെ എല്ലാ കല്യാണത്തിന്റെ തലേദിവസമാണ് നമ്മൾ സംഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അടിച്ചുപൊളി പാട്ടുകളായിരുന്നു. നമ്മൾ കസിൻസ് എല്ലാം, ഞാൻ പറഞ്ഞില്ലേ, കസിൻസ് എല്ലാവരും ഓളം ടീമാണ്. എല്ലാരും വന്ന് സ്റ്റേജിൽ കയറി പാടി കുറെ പാട്ടുകൾ. അന്ന് ഓർക്കസ്ട്ര നമ്മൾ പുറത്തുനിന്ന് ലൈവ് ഓർക്കസ്ട്ര ആയിരുന്നു. സോ അവരുടെ ലൈക്ക് സപ്പോർട്ട്, നല്ല സപ്പോർട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അസ്നയുടെ കല്യാണം 5 ദിവസമായിരുന്നു. ഹൽദി, മെഹന്തി, സംഗീത്, നിക്കാഹ്, റിസപ്ഷൻ, അങ്ങനെ 5 ദിവസമായിരുന്നു കല്യാണം. 5 ദിവസവും ഫണ്ണായിരുന്നു. അതെ അതെ. അപ്പൊ അതില് കല്യാണത്തിന്റെ അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ബ്രൈഡൽ എൻട്രി എന്ന് പറയുന്നത് പാട്ട് പാടിക്കൊണ്ട് വരണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അസ്ന പാടിക്കൊണ്ട്, അങ്ങനെ അസ്ന നമ്മൾ പാടിയാണ് സ്റ്റേജിലേക്ക് വന്നത്. ഇൻസ്റ്റാഗ്രാമിലുണ്ട് ആ വീഡിയോ. അത് ഞാനൊരു ഹിന്ദി സോങ്ങാണ് പാടിയത്, ബാജിറാവ് മസ്താനി. ഓക്കേ. नजर जो तेरी लागी मैं दीवानी हो गई, दीवानी हाँ दीवानी दीवानी हो गई। मशहूर मेरे इश्क की कहानी हो गई, जो जगने न माने तो मैंने बिठानी, कहाँ थी मैं देखो कहाँ चली आई। कहती है दीवानी मस्तानी हो गई, दीवानी हाँ दीवानी दीवानी हो गई. ഈ പാട്ട് ഇവിടെ ഷംന ഗാസിം വന്നപ്പോ ഈ പാട്ട് വെച്ച് ഇവിടെ ഡാൻസ് ശ്രേയബശ്വറിന്റെ പാട്ടാണ്. ഉപ്പുപ്പയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അന്ന് കഴിഞ്ഞ വർഷം ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഒന്ന് പങ്കുവെക്കാം നമുക്ക് പ്രേക്ഷകരെ. ഞാൻ ആക്ച്വലി 7ാം ക്ലാസ്സിൽ പഠിക്കും, 7 ക്ലാസ് കഴിഞ്ഞതും പുള്ളി മരിച്ചു. അപ്പോൾ അതുവരെയുള്ള ഓർമ്മകളെന്ന് പറഞ്ഞാൽ
വീട്ടിൽ നടന്മാർ, അതായത് ഉമ്മയുടെ ഫാദറാണല്ലോ, സോ നടന്മാർ വരുന്നത് ജഗദീഷ് ഇവൻ കണ്ടിട്ടുണ്ട്, ഷാജി കൈലാസ്, പിന്നെ കുറേ മെയിൻ ആക്ടേഴ്സ് അല്ലെങ്കിലും ബാക്കി ഇവരൊക്കെ വരാറുണ്ടായിരുന്നു. അവരെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലാൻഡ് ഫോണാണ് അന്ന്. ലാൻഡ് ഫോൺ ഒരു സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ട് അതിൽ പുള്ളി വിളിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറേ ഓർമ്മകളാണ്. പിന്നെ ഷൂട്ടിംഗ് സൈറ്റിൽ ഞാൻ പോയിരുന്നു. പടം എനിക്ക് ഓർമ്മയില്ല, പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപി ഗണ്ണ് വായിക്കാതെ വെക്കുന്ന ഒരു ലേലം ആണെന്ന്, FIR ആണെന്ന് എനിക്ക് ടെക്നോ പാർക്കിൽ വെച്ചായിരുന്നു ആ ഷൂട്ട്, ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്. ഞാൻ ആയിട്ടാണ് അതെ. അപ്പൊ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് പുള്ളി എന്നെ കൂടെ കൊണ്ടുപോയി. ഞാനവിടെ ചെന്നു. അത് നമുക്ക് ആക്ച്വലി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ബോറിംഗ് ആണ്, അറിയാലോ, റീടേക്ക് അങ്ങനെ. അപ്പൊ സോ ഈ ഗണ്ണ് വെക്കുന്ന സീനൊക്കെ അത് ഭയങ്കര ഞാൻ എക്സൈറ്റിങ്. എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്, സുരേഷ് ഗോപി അന്ന് ഇത് വെക്കുന്നത്. അതൊരു ഐക്കോണിക് സീനായി. അതെ, ലേലത്തിലെ കടയാടി. അതെ അതെ, അതൊക്കെ നല്ല. സോമൻ നല്ലൊരു ഫ്രണ്ടായിരുന്നു, പുള്ളിയുടെ ഫ്രണ്ടായിരുന്നു. അതെ, സോമൻ, ജഗദീഷ്, കൊച്ചു പ്രേമൻ, ഇവരൊക്കെ അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആള് നല്ല കൂളാണ്, നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല. ആള് നല്ല ഫ്രണ്ട്ലിയാണ്. ചെറുമക്കളെയൊക്കെ പുള്ളി ഇങ്ങനെ കാലുമേ കാല് വെച്ച് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഒരു കുട്ട പോലെ ആക്കും കാല്, എന്നിട്ട് അതിലാണ് നമ്മളൊക്കെ ഇങ്ങനെ ചെറുതിലേക്ക് ഇരുന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇപ്പൊ അസ്നായൊക്കെ അങ്ങനെ ഇരുത്തിയ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇങ്ങനെ കുട്ടയ്ക്കകത്ത് ഇങ്ങനെ ഇരുത്തുന്ന പോലെ ഇരുത്തുമായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. ഇപ്പം മിസ് ചെയ്യുന്നു. അദ്ദേഹം ഉള്ള ആ ടൈമിൽ പാടുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു എനിക്ക് സിനിമയിൽ പാടണം, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പുള്ളി പറഞ്ഞു, നീ 10ാം ക്ലാസ് പാസ്സായിട്ട് വാ, നിന്നെ ഞാൻ സിനിമയിൽ കയറ്റും എന്നെനിക്ക് വാക്ക് തന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കഥാപ്രസംഗം ചെയ്തിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിന്. എനിക്ക് സ്കൂളിൽ ഫസ്റ്റ് കിട്ടി. ഞാൻ സ്റ്റേറ്റിൽ ചെയ്തപ്പോഴത്തേക്കും അന്ന് എനിക്ക് മറ്റേ ചെസ് നമ്പേഴ്സ് എടുക്കണമല്ലോ, ടോക്കൺ എടുക്കണമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയത് ലാസ്റ്റ് ആയിരുന്നു, അവസാനത്തെ നമ്പർ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണ്ടേ എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് അപ്പൂപ്പ വന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടി. പുള്ളി എത്തിയപ്പോൾ പകുതിയായി, ഈ പ്രോഗ്രാം പകുതിയായി, അതായത് ഓരോ ചെസ് നമ്പേഴ്സ് കഴിഞ്ഞ് പകുതിയായപ്പോൾ പുള്ളി വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ടിൽ എനിക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലല്ലോ. ലാസ്റ്റ് കിട്ടി, പുള്ളിയുടെ ഫ്രണ്ടിൽ അത് ചെയ്തു. ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല, പക്ഷേ എനിക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റി പുള്ളിയുടെ ഫ്രണ്ടിൽ. പുള്ളിയായിരുന്നു എന്നെ പഠിപ്പിച്ചത്. ഇവിടെ ഇത് പോസ് ചെയ്യണം, ഇവിടെ എന്തൊക്കെ കുറേ ട്രിക്സ് പറഞ്ഞു തന്നു. അപ്പോൾ ഈ കഥാപ്രസംഗം പഠിപ്പിക്കാൻ നേരം പുള്ളി കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അഡ്വൈസ് ചെയ്തു. അതെ, നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ നേരത്തെ പോയി. ഒരുപാട് നല്ല ഓർമ്മകൾ. ഒരുപാട്. അതെ. അപ്പോ അന്നത്തെ സമയത്ത് തന്നെ പാട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു അല്ലേ? പിന്നെ പാട്ട് പാടി തുടങ്ങിയിരുന്നു. ആ പാട്ട് ഞാൻ പറഞ്ഞില്ലേ, പാട്ട് ഉമ്മച്ചിയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ കഴിഞ്ഞ പറഞ്ഞിരുന്നു, ഉമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പച്ചി അതേപോലെ അപ്പച്ചി പാടുമായിരുന്നു. ഉമ്മച്ചിക്ക് ഇങ്ങനെ ഒരു എഴുതി വെച്ച് ഇങ്ങനെ ശീലമുണ്ട്, പാട്ടുകൾ, പുതിയ പാട്ടുകൾ. ഉമ്മച്ചിയും വാപ്പച്ചി രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. സോ ഉമ്മച്ചി നല്ല എഴുതും. അപ്പോൾ ഇങ്ങനെ ഈ പാട്ടുകളെല്ലാം, പുതിയ പാട്ടുകളെല്ലാം ഇങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ആദ്യം കാക്കച്ചിയെ പഠിപ്പിച്ചത്. അതിനുശേഷം ഞാൻ അത് കേട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ ഓരോ പാട്ടുകളും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും, ഓരോ പുതിയ സോങ്സ്. അത് എല്ലാം ഇപ്പൊ ലളിതഗാനമായാലും മാപ്പിളപ്പാട്ടായാലും ഫിലിം സോങ്സ് ആയാലും റെസിറ്റേഷൻ ആയാലും എല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ പാടും. സ്റ്റേജിലെല്ലാം നമ്മളെ ഇങ്ങനെ പാടിപ്പിക്കാനും. യൂത്ത് ഫെസ്റ്റിവലോ എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്കും സ്റ്റേജിൽ പുഷ് ചെയ്ത് എല്ലാ പ്രോഗ്രാമിനും, അതായത് ഇപ്പോൾ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം പദ്യം ചൊല്ലൽ തൊട്ട് കന്നഡ പദ്യം ചൊല്ലൽ, തെലുങ്ക് പദ്യം ചൊല്ലൽ, അങ്ങനെ ലൈക്ക് അധികം ആൾക്കാരിൽ അങ്ങനെയല്ല, അധികം ആൾക്കാർ പങ്കെടുക്കാത്ത ഞാൻ ഉറുദു പാടിയിട്ടുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏത് പാട്ട് പാടും? ഉമ്മച്ചിക്ക് വേണ്ടി പാടാൻ പറ്റിയ പാട്ട് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നത്, ഉമ്മച്ചി കർണാടകയിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു പാട്ട് കൊണ്ടുവന്ന് ഉമ്മച്ചി സ്ഥിരം പാടുമായിരുന്നു. ആ പാട്ട് ആരും കേട്ടിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ദേശീയ പാട്രിയോട്ടിക് സോങ് ആണത്. അത് ചുമ്മാ അതൊന്ന് പാടും. ಧವಳ ಹಿಮದ ಗಿರಿಯ ಮೇಲೆ ಅರುಣ ಧ್ವಜ ಬಹಾರಿಸಿ ಮುಗಿಲೇಣಿ ಏರಿನಿಂದು ವಿಜಯ ಬೇರಿ ಬಾರಿಸಿ ಧವಳ ಹಿಮದ ಗಿರಿಯ ಮೇಲೆ ಅರುಣ ಧ್ವಜ ಬಹಾರಿಸಿ ಮುಗಿಲೇಣಿ ಏರಿನಿಂದು ವಿಜಯ ಬೇರಿ ಬಾರಿಸಿ ഇതിങ്ങനെ പോകും, ഈ പാട്ട് ഇങ്ങനെ കയറി പോകും. കർണാടകയിലാണ് പഠിച്ചത്. മദർ ഇത് നമ്മുടെ
B.Ed പഠിച്ചത് 1 year കർണാടകയിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ ഇതുപോലെ ഇങ്ങനെ കുറെ സോങ്സിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് പഠിച്ച ഒരു സോങ് ആണ്. അറബിക് സോങ്ങിനോട് എന്തായാലും ഒരു ഇഷ്ടം തോന്നാൻ കാരണം? അറബിക് സോങ്സ് എന്താണെന്ന് അറിയില്ല, മാപ്പിളപ്പാട്ടുകൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഈ സ്കൂൾ കലോത്സവത്തിൽ പാടാൻ വേണ്ടിയിട്ട് മാപ്പിളപ്പാട്ടുകൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ അറബിക് ചായ്വ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ അറബിക് ഓൾറെഡി പഠിക്കുന്നുണ്ട് ചെറുതിലെ തന്നെ. അപ്പം അറബിക്കിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. സംസാരിക്കുന്നതിനൊക്കെ കൂടുതൽ പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകൾ, നാൻസി അജ്റാം, അങ്ങനത്തെ കുറച്ച് ആർട്ടിസ്റ്റുകളോട്. ഇല്ല, ഞാൻ നാട്ടിൽ തന്നെ അറബി ഗാനം അങ്ങനത്തെ കോമ്പറ്റീഷനും സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അറബിക് പദ്യം ചൊല്ലൽ, അറബിക് ഗാനം, അറബിക് ഗ്രൂപ്പ് സോങ് അങ്ങനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നേ അറബിക് സോങ്സിനോട് ഇഷ്ടമുണ്ട്. പിന്നെ ഇപ്പൊ അറബിക് ഫിലിം സോങ്സിനോടും അങ്ങനത്തെ ഇൻഡിപെൻഡന്റ് സോങ്സിനോടും. മോനെ ഏറ്റവും പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ് അറബി. ഇപ്പൊ അവൻ കുറച്ച് പഠിച്ചു തുടങ്ങി. പോലെ കുറച്ച് അറബിക് സോങ്സ് അവർ കേൾപ്പിച്ചു. അറബിക് സോങ് നാൻസി അജ്റം എന്ന സിംഗർ പാടിയ. يتبتب بدلنا يا يقول نتهير تعالي أنا زاد أبلا ما كل هم الساير دي يتبتب بدلنا يا يقول نتهير تعالي أنا زاد أبلا ما كل هم الساير دي قولوا له أنا برضو ساعتي فلا مرزع المرة عيني من فينا على هالكل اللوها بتعبي أرض العيني قولوا له أنا برضو ساعتي هلا مرزع المرة عيني من فينا على هالكل اللوها بتعبي أرض العيني يتبتب بدلنا يا يقول لنا تغير تعالي أنا زاد بلا ما كل هم الساير دي. ഓ യെസ്, ഞാൻ 2016 വൈഫിനെ പരിചയപ്പെട്ടത്. ദുബായിൽ വെച്ച് പരിചയപ്പെട്ടത്. അതെ, പരിചയപ്പെട്ടു. അത് ഗോപി സുന്ദറിന്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സും ഗ്രൂപ്പും ഇപ്പോഴത്തെ എന്റെ വൈഫിന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാവരും കൂടെ വന്നു. നമ്മൾ ഒന്നായി, ഒരു ഗ്രൂപ്പായിട്ട് അങ്ങനെ നല്ല കമ്പനിയായി, ഫ്രണ്ട്സായി. പിന്നെ 2018 ഞാൻ വൈഫിനെ പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു. നമ്മൾ രണ്ട് വലിയ ഗ്രൂപ്പായി. അവരുടെ ഫ്രണ്ട്സും നമ്മുടെ ഫ്രണ്ട്സും വലിയ ഗ്രൂപ്പായി. നമ്മൾ എല്ലാ വീക്കെൻഡ്സും പുറത്തു പോകുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. 2018 ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു. 2018 മുമ്പ് നമുക്ക് തോന്നിയിരുന്നു അല്ല, ആക്ച്വലി റിലേഷനിലായിരുന്നു. റിലേഷൻ ഇറ്റ് ഹാപ്പൻ, ലൈക്ക് ഞാൻ അങ്ങോട്ട് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, നല്ലൊരു. അതെ, ആൾ എന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് കെയർ ചെയ്തു. അങ്ങനെ അത് ഡെവലപ്പായി. അതെ. അങ്ങനെ 2018 ഞാൻ പ്രപ്പോസ് ചെയ്തു. അത് വൈറലായി. അത് വീഡിയോ യൂട്യൂബിലുണ്ട്, എല്ലാവരും കണ്ടാൽ മതി. അത് മറ്റേ ഈ മീം എന്ന് പറയുന്ന സാധനമല്ലോ, മെമെ. ഇപ്പൊ മെമെ മീം എന്ന് പറയുന്ന സാധനം, അത് വെച്ചിട്ടുള്ള ഒരു പ്രപ്പോസലായിരുന്നു. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. സർപ്രൈസ് ആയിട്ട് ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ കൊണ്ടിരുത്തി. ഫ്രണ്ട്സ് വന്നു. അപ്പൊ അന്ന് നമ്മുടെ ഒരു പഴയ സിംഗർ ഉണ്ട്, അൽസാബിത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ, പഴയ സൂപ്പർ സ്റ്റാർ, അതിലെ ജൂനിയർ സൂപ്പർ സ്റ്റാർ അൽസാബിത്ത്. അപ്പൊ അൽസാബിത്തിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ഷോ കഴിഞ്ഞ് അവർ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് അവർ ജാം ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരെ വിളിച്ച് ഉടനെ അകത്ത് കയറ്റി ഇവരും കൂടെ നിന്നിട്ട് മറ്റേ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ആ പാട്ട് പാടി ആയിരുന്നു ഞാൻ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ മീം വെച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ, ഫണ്ണി പ്രപ്പോസൽ ആയിരുന്നു. പക്ഷെ അത് ഇത്രയും ഒരു ഇത് ബേസിക്കലി ഒരു കൊറിയയിൽ നടന്ന ഒരു പ്രപ്പോസലാണ്. അതിനെ ഞാനൊന്ന് ജസ്റ്റ് അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തതാണ്. പക്ഷെ അത് കുറെ വൈറലായി, മില്യൺ വ്യൂസ് ആയി. അങ്ങനെ ഇത് വൈറലായി. പിന്നെ കുറച്ച് പേജസ് ഒക്കെ ഷെയർ ചെയ്തു. ഇവിടുത്തെ കുറേ ദുബായിലെ കുറച്ച് പേജസ് ഷെയർ ചെയ്തു. ചാനൽസ് വിളിച്ച്, FM നമ്മൾ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഹാപ്പൻഡ് ആയി. ഒരു മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ആ വീഡിയോ യൂട്യൂബിലുണ്ട്, നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. 2018 പ്രപ്പോസ് ചെയ്തു. ഫെബ്രുവരിയിൽ, മെയ്യിൽ കല്യാണം.
എല്ലാം പറ്റുമായിരുന്നു. അതെ, ആ വീഡിയോ വൈറലായതോടുകൂടി ഇവരുടെ നമ്മുടെ റിലേഷന്റെ കാര്യം എല്ലാവരും അറിഞ്ഞു. അതെ, അങ്ങനെ നാട്ടിലൊക്കെ അറിഞ്ഞത്. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു. പിന്നെ പെട്ടെന്നായിരുന്നു, ഇവിടെ വെച്ചായിരുന്നു, ദുബായിൽ വെച്ച് തന്നെയായിരുന്നു കല്യാണം. അസ്നയുണ്ടായിരുന്നു. എല്ലാരെയും വന്നു. അതെ, 2 വീട്ടുകാരും ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്. എന്റെ വകയൊരു ഡെഡിക്കേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രദറിനുള്ള ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ആ, ഒരു കല്യാണ സോങ് ഒക്കെ ഞാൻ പാടി അങ്ങനെ പാടി വന്നു. അതെ. അപ്പോൾ ഈ ഒരു റിലേഷൻ മുമ്പേ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞു? നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ആയിരുന്നു. 2018 മീറ്റ് ചെയ്യുന്നത്. അല്ല, ഈ നിങ്ങളുടെ പ്രണയം തുടങ്ങുന്നത് അതിന് മുമ്പ് തുടങ്ങിയിരുന്നു? ഇല്ല, 2018 മീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, 2 ഫ്രണ്ട്സും തമ്മിൽ മീറ്റ് ചെയ്തു. പക്ഷെ അവിടെ നമ്മൾ എല്ലാ ആഴ്ചയും പുറത്ത് പോയി അങ്ങനെ ഡെവലപ്പ് ആയതാണ്. 2016 സോറി 2016 മീറ്റ് ചെയ്തു. 2018 പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഒരു വൈഫിന് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്താലോ? വൈഫ് ഈ ഒരു സംഭവം ഈ കഥ പറഞ്ഞ സ്ഥിതിക്ക്. ഓക്കെ. എന്താ പേര്? അഭിഷ്ണ. അഭിഷ്ണ. അവള് മലയാളി അല്ല, ഹാഫ് മലയാളിയാണ്, കർണാടകയാണ്. മലയാളം അറിയും, പക്ഷെ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, പക്ഷെ മലയാളം സംസാരിക്കും. बाकी थोड़ी सी है जिंदगी, जगी धड़कन नई, जाना जिंदा मैं तो अभी, कुछ ऐसी लगन इस लम्हे मेरे, ये लम्हा कहा था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ झूम लूं या रो रो जरा, मर जाऊं या जी लूं जरा. ഇത് സിനിമ ഷാറുഖ് ഖാന്റെ കൽഹോനഹോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വേറെ പാട്ടാണ്. എപ്പോഴും പാടാനുള്ള ഒരു പാട്ടുണ്ട്, മുക്കത്തെ പെണ്ണെ. ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്തത്. അതെ, അത് അവളുടെ ഫേവറേറ്റ് ആണ്, എന്റെയും മുക്കത്തെ പെണ്ണ് അസ്നയ്ക്ക് തന്ന ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ മുക്കത്തെ പെണ്ണ് ആളുടെ ഫേവറേറ്റ് എപ്പോഴും എവിടെ സ്റ്റേജിലും ആദ്യം എന്റെ സാധകം ഇതിലാണ് എന്ന് പറഞ്ഞിട്ട് പാടുന്ന പാട്ടാണ്. എങ്കിൽ മുക്കത്തെ പെണ്ണ് നോക്കിയാൽ പെണ്ണെ, മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്തായി നീ മിന്നണ മലയല്ലേ, എന്നിലെ ആരും കാണാവോളിയും നീയേ, എന്റെ കിതാബിലെ പെണ്ണേ, എന്റെ കിതാബിലെ പെണ്ണേ, യാ ഹേ നൂറല്ലാ, യാ ഹേ നീറല്ലാ, യാ ഹേ സിഫല്ലാ, യാ ഹേ ഹക്കല്ലാ. വല്ലാത്തൊരു ഫീലാണ് സുന്ദറിന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. മക്ബൂൽ എന്റെ ഫ്രണ്ടാണ്, ഇത് പാടിയ മുഹമ്മദ് മക്ബൂൽ ബൻസർ എന്റെ ഫ്രണ്ടാണ്. അസ്ന, നമുക്ക് മറ്റേ അടുത്തേക്ക് കടന്നാലോ? ഏതാ? മാണിക്യമലരായി പോയി. ഈ മാണിക്യമലരായി പൂവി ഇപ്പോ അത് പഴയ ഒരു മാപ്പിളപ്പാട്ടായിരുന്നു, അതിനെ റീമേക്ക് ചെയ്തു. അതെ, ഇപ്പോ അങ്ങനെയില്ല, ഞാൻ പാടി വരുമ്പോ എന്റെ വർഷം ആവുമായിരിക്കും മിക്കവാറും.
മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. കണ്ട നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു, മോഹമോദിച്ചു. ഹാത്തിമന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു, മോഹമോദിച്ചു. മാണിക്യമലരായ പൂവേ മഹദിയാ ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. നിങ്ങൾ പല പരീക്ഷണങ്ങളും ചെയ്യാറുണ്ട് ഇപ്പോൾ അല്ലെ, മ്യൂസിക്കില് പുതിയ പുതിയ സംഭവങ്ങളും കാര്യങ്ങളും. ഒരു ആൽബം റിലീസായി ഉണ്ടായിരുന്നു അല്ലെ? റിലീസ് ഓൺ ദ വേ ഓൺ ദ വേ ആണ്. അതെ അതെ, അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാടിയിരുന്നല്ലോ അല്ലെ? അത് കഴിഞ്ഞാണ് പാടിയിരുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് നിങ്ങളുടെ ഡെബ്യൂ പ്രൊഡക്റ്റ്? അതെ 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 അതെ, നമ്മൾ ആക്ച്വലി ഒരുമിച്ച് ചെയ്യുന്ന ഫസ്റ്റ്. അത് ഞാൻ ഇൻഡിവിജ്വലി ചെയ്തിട്ടുണ്ട്, പുതിയ സോങ്സ് ചെയ്തിട്ടുണ്ട്. ബ്രദറും പുതിയ 2-3 സോങ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് സിബ്ലിങ്സ് ബാൻഡ് ഫോം ചെയ്തതിനു ശേഷം ചെയ്യുന്ന ആദ്യത്തെ സോങ് ആണ് അത്. അതെ അതെ. അസ്നൊറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഏത് ജോണറിലുള്ള സോങ് ആണ്? ഞാൻ ഡിവോഷണൽ സോങ് ഒന്ന് ചെയ്തിട്ടുണ്ട്, പിന്നെ അല്ലാതെ ഒരു റൊമാൻറ്റിക് സോങ്. അത് ഒരു ആസ്ട്രൽ എന്നൊരു ഷോർട്ട് ഫിലിമാണ്. അതിന്റെ തമിഴും മലയാളവും ഉണ്ട്. റിലീസായി. അത് അതിന്റെ ഒരു 2 ലാംഗ്വേജിലുള്ള ഒരു സോങ് ആയിരുന്നു. കപിലൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പ്ലേബാക്ക് സിംഗർ ഉണ്ട്, പുള്ളിയുടെ കൂടെയുള്ള ഒരു ഡ്യുവറ്റ് ആയിരുന്നു. നീലനിലവേ പാടിയ കപിലന്റെ കൂടെ ഒരു ഡ്യുവറ്റ് ആണ്. ഇത് ഒരു കിരൺ ശങ്കർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ ഒരു ഡയറക്ഷനിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ആസ്ട്രൽ. അതിന്റെ ഒരു പാട്ടാണ്. ലിറിക്സ് എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. അല്ല, അത് ഞാൻ പാടിയതാണ്. മ്യൂസിക് കിരൺ ശങ്കർ ആണ്. ഞാനാണ് അത് പാടിയത്. എന്റെ ഫീമെയിൽ വെർഷൻ എന്റേതാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു 3 years ബാക്ക് ആണ്. അത് ഓൺ കമ്പോസിഷൻ എന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ് അത് ചെയ്തത്. അതൊരു ഞങ്ങളുടെ ഒരു ഡിവോഷണൽ സോങ് ആണ്. അതിന്റെ ലിറിസിസ്റ്റ് എഴുതിയതും എൻ്റെ ഒരു കസിനാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു അതെ അതെ. പിന്നെ ബ്രോൺ ചെയ്തിട്ടുണ്ടല്ലോ പരിപാടികൾ. രണ്ടുപേരും ഒരു ഫാസ്റ്റ് നമ്പറാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് അതെ അതെ, അത് നമ്മൾ സിബ്ലിങ്സ് ബാൻഡിന്റെ ഒരു ഇൻട്രോ പോലെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു അത് ഇറക്കാനുള്ള ഫൈനൽ മിക്സിംഗ് നടക്കും. നമ്മൾ അൻസർ വഞ്ഞാറമൂടാണ് പുള്ളിയാണ് അതിന്റെ മിക്സ്. അൻസർ ബൈ അത് ചെയ്യുന്നത്. അതെ, മിക്സിംഗ് അല്ല. നിങ്ങൾ ചെയ്യുന്ന ഇനിയിപ്പോ ഏതെങ്കിലും വേറെ പ്ലാൻസ് ഉണ്ടോ? പുതിയത് എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടി ടൈമിങ്സ്, വർക്ക്, ഇവിടുത്തെ ഒരു വർക്ക് ടൈമിംഗ് ഒക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. പാട്ടുകളൊക്കെ പ്രോഗ്രാം ചെയ്ത് കമ്പോസ് സോങ്സ് ഇങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോങ്സ് ലിറിക്സ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇരുന്ന് ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ 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 കുറച്ച് പരിപാടികൾ പെൻഡിങ് ആണ്. എങ്ങനത്തെ ജോണറിലെ പാട്ടുകൾ ചെയ്യാനാണ് ഇഷ്ടം ശരിക്കും? എനിക്ക് പേഴ്സണലി കുറച്ച് സെമി ക്ലാസിക്കൽ മിക്സ് ആയിട്ടുള്ള കുറച്ച് ഫാസ്റ്റ് സോങ്സ്, അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എനിക്കെന്ന് വെച്ചാൽ കുറച്ച് റൊമാൻറ്റിക് വേണം, ഫാസ്റ്റ് നമ്പേഴ്സ് വേണം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ രണ്ടുപേരുടെ ഐഡിയാസ് മിക്സ് ചെയ്തുകൊണ്ട് ഒരു സെമി ക്ലാസിക്കൽ പ്ലസ് ഒരു മെലഡി പ്ലസ് ഒരു ഫാസ്റ്റ് നമ്പർ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്യണം എന്നുള്ള വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രോഗ്രാം ചെയ്യും, മ്യൂസിക് പ്രോഗ്രാം ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്കിഷ്ടം. മിക്സിങ്, അതായത് ഒരേ ഇതിൽ പോവാതെ ഈ സെമി ക്ലാസിക്കൽ പ്ലസ് ഒരു റൊമാൻറ്റിക് പ്ലസ് ഒരു ഫാസ്റ്റ് നമ്പർ അതെല്ലാം കൂടെ വരുന്ന ഒരു ചെയ്താൽ ചെയ്യണം. ഒരു സെമി ക്ലാസിക്കൽ ടച്ച് ഉള്ള ഒരു പാട്ട് പെട്ടെന്ന് മലർകൾ കേട്ടേ. ഓക്കെ കൺമണി, മലർകൾ കേട്ടേ ഞാൻ കഴിഞ്ഞാണ് പാടിയത്. ഞാൻ കാറ്റിൽ വരും ഗീതമ്മയാണ് പാടിയത്.
മലർകൾ കേട്ടേൻ വനമേ തന്തനെ തണ്ണീർ കേട്ടേൻ അമൃതം തന്തനെ മലർകൾ കേട്ടേൻ വനമേ തന്തനെ തണ്ണീർ കേട്ടേൻ അമൃതം തന്തനെ എதை நான் கேட்பேன் எதை நான் கேட்பேன் உன்னையே தருவாய் எதை நான் கேட்பேன் உன்னையே தருவாய் மலர்கள் கேட்டேன் வனமே தந்தனே தண்ணீர் கேட்டேன் அமிர்தம் தந்தனே ಗ ಮಗ ಮರಿ ಮಗರಿ ಸರಿ ಸ ಪಮಗ ಬಂಧ ಮಗರಿ ಸರಿ ಸ ಗಮ ಸನಿ ಸ ಧನಿ ಮಧ ಗಮರಿ ಗ ಸ ನಿಸ ಧ ನಿಸ ನಿಸ ಮಗ ಗ ನಿಸ ಪಮಗ ಸನಿ ಸ ಗಮಗ ರಿನಿ ದ ಮಗ ಗ ಮಗ ಗ ಮರಿ ಮರಿ ನಿ ಗರಿ ಮಗರಿ ಸ ಪಮಧ ಮನಿ ಧನಿ ಮಧ ಗಮರಿ ಗ ಸ மலர்கள் கேட்டே வனமே தந்தனே தண்ணீர் கேட்டே അമൃതം തന്തനേ. അതെ, എ ആർ റഹ്മാന്റെ composition. പെട്ടെന്ന് പാടിയതിന്റെ വളരെ നായസകരമായി പാടുന്നുണ്ട്. യാതൊരു സ്ട്രെയിനും ഇല്ലാണ്ട് സുഖമുണ്ട് കേൾക്കാൻ. സംഭവം ഇപ്പോഴത്തെ ഇങ്ങനത്തെ പാട്ടുകളുടെ ഒരു നമ്മളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. സെമി ക്ലാസിക്കൽ നമ്മുടെ രവീന്ദ്ര മാഷിന്റെ ഒക്കെ പഴയ സോങ്സ്, യേശുദാസ് ഒക്കെ പാടിയ അങ്ങനത്തെ ടൈപ്പ് സോങ്സ്, രാഗ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പോസിഷൻസ് ഇപ്പൊ ഒട്ടും ഇല്ല. അത് ബേസ് ചെയ്തുള്ള സിനിമകളും ഇല്ല. അതെ അതെ, അതാണ് അതിന്റെ ഒരു കൂടുതൽ EDMs ലൈക് ഫുൾ അങ്ങനത്തെ റാപ്പ് മ്യൂസിക് ആണ് അതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡ്. ഓരോ ഇതുണ്ടെങ്കിൽ തന്നെ അതിലോട് മിക്സ് ചെയ്തിട്ട് അതിന്റെ ആ ചാരുതയും സംഭവം കളയുന്ന, പ്രത്യേകിച്ച് ഇതുപോലുള്ള റഹ്മാന്റെ ബ്യൂട്ടിഫുൾ സംഭവങ്ങൾ അല്ലാതെ മിസ് ചെയ്യുന്ന. അസ്ന ലൈവില് കൂടുതലും സെമി ക്ലാസിക്കലാണ്. നമ്മുടെ കണ്ണോട് കാണുമ്പോഴെല്ലാം കണ്ണോട് കാണുമ്പോഴെല്ലാം അത് ഞാൻ സ്ഥിരം ഇങ്ങനെ സ്റ്റേജിൽ ലൈവ് പാടാറുള്ള സോങ് ആണ്. ശ്രേയ ഘോഷലിന്റെ നമ്മുടെ നിരഡോലിന, അങ്ങനത്തെ കുറെ സോങ്സ്, അതൊക്കെ അതിന്റെ സ്വരങ്ങളും കാര്യങ്ങളും പാടിയായിരുന്നു. അതെ അതെ അതെ. അപ്പോ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വന്നൊരു സംഗീതം ഒരു മാപ്പിളപ്പാട്ട് തന്നെ വീണ്ടും ആയാലോ? ഈദല്ലേ നമ്മുടെ അനാർക്കലി മരിക്കാർ അഭിനയിച്ച സുലേഖ മനസ്സിൽ. തീർച്ചയായും സുലേഖ മനസ്സിൽ ഡാൻസ് വൈബിൾ സോങ്. അതെ അതെ അതെ, അല്ലാതെ അതെ. പാതിചിരി ചന്ദ്രികയെ 14ന്റെ ചേതൊളിയെ രാക്കനേ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലേ വിഭൂഷിതയെ അലിവാലേ അലങ്കൃതയെ അഴകാലേ വിഭൂഷിതയെ അഴകാലേ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ ഹാലേതാ ഹാലേ നിന്നെ കണ്ടാലാകെ അലകെ മാറുന്ന മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ ഹാലേ നിന്നെ കണ്ടാലാകെ അലകെ മാറുന്നേ കലപലതറിയാ പിന്നെ തപ്പില് കൊട്ടുന്നോ പിന്നെ കോലില് കൊട്ടുന്നോ നിന്റെ നെഞ്ചില് തട്ടുന്നോ ഇരുമീതകതേ താളം തമ്മിൽ കൊള്ളാനായി പിന്നെ അമ്മ കൊണ്ടോനോ വെണ്ണും മിന്നും മണ്ണോണ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തി മിന്നാണെ ഹാലേതാ ഹാലേ നിന്നെ കണ്ടാലാകെ അലകെ മാറുന്നേ ഹാലേതാ ഹാലേ നിന്നെ കണ്ടാലാകെ അലകെ മാറുന്നേ. പടയാളികളായിരമായിരമായി സമരോത്സുകരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയായി പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമായി പല പാവന മാനസ മാനസ സംഗത സംഗതിയായി ചിന്തപ്പൂ തോട്ടത്തെ ചന്തത്തിനാളെ ശങ്കപ്പൂ പാറ്റെ തിന്നിപ്പാറല്ലേ
ചിറകടി സിൽസിലയാലെ മുതുപൊടിയണ പണിമലരാകെ പൂകൊടുത്തരി ചിന്തന പൂക്കൾ ചോക്കണ പൂതികളായിരം പൂവിതളാകണ പൂത്തു നിൽക്കണ പാട്ട് പാടണ മോഹത്തോടെ തന്മനതിലെ മണിയറയാകെ നിറമലരണി വന്ദനയാലെ സൂത്രേന സപദനിച്ച സരിഗമപദന സരതമുതൽ ഉണകമയതിരന്റെ മോണതി സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തിമിന്നാളെ ഹാലേതാ ഹാലേ നിന്നെ കണ്ടാലാകെ അലകെ മാറുന്നേ ഹാലേതാ ഹാലേ നിന്നെ കണ്ടാലാകെ അലകെ മാറുന്നേ. പോയതറിഞ്ഞില്ല. സ്പീഡായിരുന്നു. അതെ നല്ല ഫാസ്റ്റ് സോങ്സ്. കുറച്ച് ഫാസ്റ്റ്. മലയാളത്തിൽ ഇതാരാ പാടിയത്? ഇത് സിംഗറിന്റെ പേര് അനാർക്കലി അല്ല പാടി, പക്ഷെ അനാർക്കലി കുറച്ച് കവേഴ്സ് ഇതിനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെ കറക്റ്റ്. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ എല്ലാ പുതിയ പാട്ടുകൾ പാടി അങ്ങനത്തെ ഒരു സംഭവം? അതെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പുതിയൊരു സോങ് കേൾക്കുകയാണെങ്കിൽ ഞാൻ ബ്രദറിന് അയച്ചു കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് കേക്ക് നല്ല രസമാണ് എന്നുള്ള രീതിയിൽ പറയും. അല്ല, ഞാൻ വിളിക്കുന്നത് അതെ കാക്കച്ചി. അതേപോലെ കാക്കച്ചിയും എനിക്ക് അയച്ചു തരും. അതെ, എങ്ങനെ വന്നെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കറിയാവുന്നത് ഞാൻ ആദ്യം അസ്നി കാക്ക എന്നുള്ളത് വിളിച്ച് അക്കീക്ക എന്നൊക്കെ ആയി, പിന്നെ അത് കാക്കച്ചിയായി. അങ്ങനെയാണ് എനിക്കറിയാവുന്നത്. ഇപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു എൻക്വയറി വരുമ്പോ ഇപ്പൊ കീബോർഡിസ്റ്റിന്റെ നമ്പർ എനിക്ക് ഷെയർ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ കാക്കച്ചി എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോ കാക്കച്ചിയോ അതുകൊണ്ട് ഞാനിപ്പോ എന്റെ കോണ്ടാക്ട് നെയിം മാറ്റി അസ്നീം ബ്രദർ കീബോർഡിസ്റ്റ് എന്നാക്കിയിട്ടുണ്ട്. അതാവുമ്പോ പ്രശ്നമില്ല. നിങ്ങള് സോഷ്യൽ മീഡിയ സിബ്ലിംഗ്സിന്റെ ആരാണ്? രണ്ടുപേരും അതെ, അഡ്മിൻസ് ആണ്. അതെ, വേറൊരു പേജ് ഉണ്ടല്ലോ അല്ലെ, സ്വന്തം പേജ് ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേർക്ക് ഇൻഡിവിജ്വൽ പേജസ് ഉണ്ട്. ഇൻഡിവിജ്വൽ പേജ് ഉണ്ട്, അല്ലാതെ വേറൊരു പേജും ഉണ്ട്. എന്റെ മോക്ക് വേണ്ടിയുള്ള പേജ് ഉണ്ട്. അവള് ആക്ച്വലി 3 വയസ്സ് ആവുന്നു, പക്ഷെ അവള് 4 സ്റ്റേജ് പാടി ഓൾറെഡി. അവള് പാട്ട് അവൾക്ക് ഇരുന്നില്ല. അതെ അപ്പൊ അവള് അതെ നെക്സ്റ്റ് ടൈം അവള് പാടും. പിന്നെ താളമൊക്കെ ഉണ്ട്. ശ്രുതി ഇതുവരെ എത്തിയിട്ടില്ല, ചെറിയ കുട്ടിയല്ലേ. താളബോധം നല്ലതായിട്ടുണ്ട്. ആ 4 കട്ടയിൽ പാടാനും എവിടെ ബ്രേക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ള അറിയാം. പാട്ട് നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്. പുതിയ പാട്ടുകൾ അവൾക്ക് കേൾക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. പുതിയൊരു പാട്ട് തട്ടത്തിൽ തക്കത്തിൽ എന്നൊരു സോങ് ഉണ്ട്. അത് ഇന്ന് റിലീസാ പാട്ട്. അഭിലാഷം എന്ന് പറഞ്ഞിട്ട് അഭിലാഷം, അതിലെ പാട്ടാണ്. ക്ലാഷ് ആയിരുന്നു, പക്ഷെ അതിലാ പാട്ട് നല്ലൊരു ഹോണ്ടിങ് ഒരു സോങ് ആണ് കേട്ടോ. അതൊന്ന് പാടും. ശ്രീഹരി കെ നായർ, ശ്രീഹരി വി നായർ, കെ നായർ, അങ്ങനെ പുള്ളിയാണ് മറ്റേ പാട്ട് പാടിക്കുന്നത്. അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആണ് എന്നാണ് എന്റെ വിശ്വാസം. തന്നിട്ടു പോയതിന്റെ തഞ്ചത്തില് നെഞ്ചിൻ വിജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തട്ടത്തില് തക്കത്തില് തന്നിട്ടു പോയതിന്റെ കാറ്റില് വാസന കാതലിൻ ആസന ലാഞ്ചന ലാജന നെഞ്ചിലാലോചന. ബാക്കി പാടാൻ വേണ്ടി ആ പോർഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങള് ഇങ്ങനെ റാൻഡംലി പാടിയതാ. നല്ലത്. കറക്റ്റ് ഈദിന് തന്നെ ഈ പാട്ട് കിട്ടിയത്. ഏതായാലും താങ്ക്സ് മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി. അടിപൊളി പാട്ടാണ്. ഇത് മോളാണ് ഈ പാട്ട്, എന്റെ മോളാണ് ഈ പാട്ട് യൂട്യൂബിൽ സജഷൻസ് വേണം അതിൽ നിന്ന് കണ്ടുപിടിച്ചൊരു പാട്ടാണ്. അതെ അതെ. ആയിരം
വാസന കാതലിൻ വാസന ലാഞ്ചന ലാഞ്ചന പ്രാസവും കാര്യങ്ങളൊക്കെ അതെ അതെ ലിറിക്സും നല്ല രസമാണ്. എൻ്റെ മോള് കണ്ടുപിടിച്ച പാട്ടായത്. മോള് എൻ്റെ ഉമ്മച്ചി ഇപ്പോഴും ഉണ്ട്. ഉമ്മച്ചിയും മോളും കൂടെ കണ്ടുപിടിച്ച പാട്ടാണത്. അവര് സജസ്റ്റ് ചെയ്തു ഈ പാട്ട് കൊള്ളാം നോക്ക്. ഉമ്മച്ചി പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോ ജസ്റ്റ് എന്തോ ഒരു വാക്കെന്തോ ഞാൻ പാടിയത് തെറ്റി. അപ്പോൾ അവളെന്റെ മടിയിലിരിക്കുകയാണ്. അവൾ കറക്റ്റ് തന്നു. അയ്യോ തട്ടത്തിലല്ല തക്കത്തിലാണ്. എനിക്ക് കറക്റ്റ്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. വരുന്നുണ്ട് പക്ഷെ അവർക്ക് തട്ടത്തില് തക്കത്തില് അടുത്ത വരിയിൽ തക്കത്തില് തട്ടത്തില്ല. അപ്പൊ അത് കറക്റ്റ് ഏതാ ചേഞ്ച് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാം. അപ്പോ ഞാൻ ഈ തട്ടം വെച്ചിട്ട് പാട്ട് ഓൾറെഡി പാടിക്കാൻ ഒരു ടാസ്ക് തരാൻ നിൽക്കുന്നു. ഇതും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് വേർഡ്സ് പറയാം. നോക്കൂ, സുറുമ ഞാൻ പാടട്ടെ. വരുമാനം തെറ്റായല്ലോ. സുറുമയെഴുതിയ മിഴികളേ ശ്രുതി ഒന്നും കൂടെ. സി മേജർ. സുറുമയെഴുതിയ മിഴികളേ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സുറുമയെഴുതിയ മിഴികളേ. പൂ ചോദിച്ച് പൂക്കാലം തന്നെ ശരിക്കും ആ കാലത്തേക്ക് ഇത് പാടുന്നു വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചില്ല ഞാൻ പാടുന്നു. ചെറിയ കോഡ് ക്ലാഷ് വന്നു. അത് വിഷയം നമ്മളെ സംബന്ധിച്ച്. മുന്തിരി 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 മുന്തിരിപ്പാടം പോലെ നിന്നെ നെഞ്ചിൽ കാത്തു വെച്ചോളാ പൊട്ടുതൊട്ടണ പട്ടു നെറ്റിയിലും വെച്ചോളാ പകഴച്ചെമ്പിലെ പന്നരുതിലെ കറന്നോളാ. ഓ പണി പണി പാടി ഓ സാരി ദിലീപിന്റെ ഫാനാണ് കേട്ടോ. ദിലീപിന്റെ വെറൈറ്റി റോൾസ് ഉണ്ടല്ലോ, തിളക്കം, അതെ അത് ഞാൻ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിന് രണ്ടുപേരും കീബോർഡ് വേണ്ട രണ്ടുപേരും. മൈലാഞ്ചി മൈലാഞ്ചി മാമനേ മൈലാഞ്ചി. അത്രേ ഉള്ളൂ രണ്ടുപേരും. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മഴവിൽ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ അഴകായി വന്നൊരു സന്ധ്യയിൽ അഴകേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ അഴകേ നീ പാടൂ പ്രേമാർദ്രം. സാഹിബാ 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 സാഹിബാ. ഇതും ഇന്നത്തെ ദിവസത്തിന്റെ വൈബിന് പറ്റിയ ഷാൻ റഹ്മാൻ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയ ഒരു ഫീൽ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പടം ഷൂട്ടിങ്ങിന് മുന്നേ ആയിട്ട് ഷാൻ റഹ്മാൻ പാട്ട് മീൻസ് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഷാൻ റഹ്മാൻ ഈ മ്യൂസിക് ബാക്കിൽ കേൾപ്പിക്കും. അതായത് അവിടെ സൈറ്റ് ലൊക്കേഷനിൽ വന്നിരുന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് കണ്ടതാണ്, ഇന്റർവ്യൂവിൽ കണ്ടതാണ്. അപ്പോൾ ആ മ്യൂസിക് ഫീൽ ചെയ്തുകൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ
ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് കറക്റ്റിന് റിസൾട്ട് കിട്ടുകയും ചെയ്തു. അതിന് മുമ്പുള്ള ഒരു നരേഷൻ ഉണ്ടല്ലോ, മറ്റേ കാറ്റ് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം പാതിരക്കാറ്റ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ദിലീപിന്റെ വിശേഷങ്ങൾ ദിലീപ്, അപ്പം ഞാൻ ദിലീപായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി കണക്ഷനൊന്നുമില്ല. പക്ഷേ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസിന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും ദിലീപേട്ടൻ്റെ റോൾസ്, ഫോർ എക്സാമ്പിൾ അന്ന് തിളക്കം ഇറങ്ങി നിൽക്കുന്ന ഒരു സമയം, ആ തിളക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞിക്കൂനൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഫാൻസി ഡ്രസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ദിലീപ് ഭയങ്കര ഒരു ഫാൻ ആയിരുന്നു ഞാൻ. ഇപ്പോഴും ആണ്, പക്ഷെ ഇപ്പം പടങ്ങളൊന്നും ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും നല്ല കഴിവുള്ള ഒരു ആക്ടറാണ്. എല്ലാ പ്രശ്നങ്ങളിലൊക്കെ ആയിപ്പോയി. അത് നമുക്ക് ദിലീപ് ഇപ്പൊ പാടിയില്ലേ, ദിലീപ് പാടി. ഏകദേശം നമുക്ക് സമയമായി വരുന്നത്. അപ്പൊ അതിനു മുമ്പേ ഒരു പാട്ടും കൂടെ, അത് അസ്ന പാടി കേൾക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അസ്നക്ക് പക്ഷെ പാട്ട് അത്ര താല്പര്യമില്ല, പക്ഷെ എനിക്ക് അത് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. തീരമേ, അത് നല്ല, എനിക്ക് അസ്ന അത് നല്ലൊരു പാടും, പക്ഷെ അസ്നക്ക് അത് വലിയ ആദ്യമായിട്ട് ലൈവിൽ പാടുന്നത്. വീട്ടിൽ ഞാൻ അവളെ കൊണ്ട് പാടിക്കും. അതെ. ലാസ്റ്റ് ഒരു പാട്ടിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇപ്പൊ അസ്നയ്ക്ക് ടോക്ക് ഓഫ് ദ ടൗൺ വന്നതിന് ശേഷം ടോക്ക് ഓഫ് ദ ടൗണിന്റെ കുറെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ അസ്നയാണ് വരുന്നത് പറഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട്, അവന്റെ ഒരു എന്താ പറയാ ഒരു എക്സ് ഈ അടുത്ത് അപ്രതീക്ഷിതമായി കണ്ടുപിടി. ആ കുട്ടിയുടെ ഒരു പേര് സൈനബ എന്നായിരുന്നു. അപ്പൊ അവന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പാട്ടൊന്ന് പാടിപ്പിക്കോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി അവന്റെ പേര് പറഞ്ഞാൽ എക്സിന്റെ പേര് പറയേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഫ്രണ്ട് ബേസിലുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഫ്രണ്ട് പേര് ഞാൻ പറയുന്നില്ല, അതിനു വേണ്ടിയാണ്. ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ മാമാടെ കാര്യം, അതായത് അപ്പൂപ്പാടെ മോൻ, അതായത് എൻ്റെ ഉമ്മാടെ ബ്രദർ, പുള്ളിയുടെ പേര് രാജ അസീസ് എന്നാണ്. പുള്ളി നാട്ടില് സീരിയൽസ് ഉണ്ട്, സിനിമയിലൊക്കെ അഭിനയിച്ചു. നമ്മുടെ ഭാസ്കർ ദി റാസ്കലൻ സിനിമയിൽ അഭിനയിച്ചു. കാറ്റ് എന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ സിനിമയിൽ ഒരു കള്ളുഷാപ്പ് ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി നല്ലൊരു സീരിയൽ ആക്ടറും ഒക്കെയാണ്. അത് പുള്ളിയുടെ ഒരു സപ്പോർട്ട് കുറെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല സപ്പോർട്ടാണ്. അതായത് അസ്ന നാട്ടിലായിരുന്നു പഠിച്ചത്. അപ്പൊ അസ്നക്ക് കുറെ ഇതേപോലെ സ്റ്റേജസ് കാര്യങ്ങളൊക്കെ പുള്ളി ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നല്ല സപ്പോർട്ട്, ഞാൻ ബാക്ക് സപ്പോർട്ട് ചെയ്ത. അതേപോലെ നമ്മുടെ ഫാദർ, നേരത്തെ ഞാൻ പറഞ്ഞു, ഫാദർ മദർ രണ്ടുപേരും സപ്പോർട്ടാണ്. അല്ല, ഇപ്പൊ നിങ്ങള് ടോക്ക് ഓഫ് ദ ടൗണിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് നിങ്ങൾ. അതെ, ഒരുപാട് സന്തോഷം. ഞങ്ങൾ അങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾക്കും അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നില്ല. നമ്മൾ നല്ല ചില്ലായിരുന്നു. ക്യാമറയ്ക്ക് പുറകിലുള്ളവരും എല്ലാരും നമ്മളെ നല്ല ടോക്ക് ഓഫ് ദ ടൗണിന്റെ ഒരു അനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വന്നതിലുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയും. ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു ഫാമിലി മെമ്പർ ആയപ്പോൾ ഒരു ഫീൽ ഉണ്ട് എനിക്ക്. ഞാൻ വന്ന ദിവസം ഗസ്റ്റ് ആയിരുന്നു, പിന്നെ ഹോസ്റ്റ് ആയി, പിന്നെ ഇപ്പൊ മെമ്പറിനെ പോലെ വന്നു. അതെ, അത് ഈ റമദാൻ മാസം ഫുള്ള് നമ്മൾ യുബിലിന്റെ കൂടെ ആയിരുന്നു എന്നുള്ളൊരു ഫീൽ. അത് വളരെ ലക്കി ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതിലും വലിയ ലക്കി എന്താ അറിയോ, നമ്മുടെ പാർട്ട്നേഴ്സ്, എൻ്റെ വൈഫ്, അസ്നയുടെ ഹസ്ബൻഡ്, ഇവർ രണ്ട് നമുക്ക് പറ്റിയ
പാർട്ട്നേഴ്സിനെയാണ് നമുക്ക് കിട്ടിയത്. ടച്ച് വുഡ് അത് അങ്ങനെ തന്നെ പോട്ടെ. രണ്ടുപേരുടെയും ഒരു സപ്പോർട്ട്. അസ്നായുടെ ഹസ്ബൻഡിൻ്റെ പേര് ഫരേഷ്, പുള്ളി എമിറേറ്റ്സിലാണ്. പുള്ളിയുടെ സപ്പോർട്ട്, പിന്നെ എൻ്റെ വൈഫിൻ്റെ, പുള്ളിക്കാരി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. അപ്പം ഇവരെല്ലാവരും രണ്ടുപേരും ബിസി, നമ്മളെല്ലാവരും ബിസിയാണ്. ബട്ട് അവരുടെ ഒരു സപ്പോർട്ടും ആ ഒരു ഇതെല്ലാം ഭയങ്കര ഇറ്റ്സ് ഗ്രേറ്റ്. താങ്ക് യു ഗൈസ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ ഒരു എന്താ പറയാ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല നമ്മളെപ്പോ വിളിച്ചാലും സന്തോഷത്തോടെ വരുന്നുണ്ട്. ഒരു ഇത്രയും പെട്ടെന്ന് സമയം പോയി അപ്പൊ ഒരിക്കൽ കൂടി ഈദ് മുബാറക് എല്ലാവർക്കും ഞങ്ങളുടെ സിബ്ലിംഗ്സ് ബാൻഡിന്റെ വക ഈദ് മുബാറക്. UBL ടോക്ക് ഓഫ് ദി ടൗണിന്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഈദ് മുബാറക്. നമ്മൾ ലാസ്റ്റ് ആർട്ടിലേക്ക് സൈനവ് അറിയില്ല, ഞാനത് നേരത്തെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അനുരാഗജാലകം തുറന്നു വന്നതാണു ഞാൻ, മേലെ വന്ന മാറിവില്ലു നീ. അനുരാഗജാലകം തുറന്നു വന്നതാണു ഞാൻ, മഴമുകിലുകൾക്കു മേലെ വന്ന മാറിവില്ലു നീ. അതിനലിഞ്ഞു പോയി പുളകന്നിറഞ്ഞു പോയി, 100 ജന്മം പൂവണിഞ്ഞ പ്രസന്ധ്യയിൽ. ഓ സൈനബ, അഴകുള്ള സൈനബ, ഇളമാക്കിടാവ് പോലെ വന്നതെന്തിനാണു നീ? മാല്ല ഞാൻ, ഇളമാല്ല ഞാൻ, ഇളം തൂവൽ കൊണ്ടു കൂടുകൂട്ടും സന്ധ്യയിൽ. അപ്പൊ നമുക്ക് ഓക്കെ, റെഡി? അമരസുര അരിരാജ ദുജിനങ്ക ചിത്രിപ്പൂർപ്പച്ചം അകത്തൊത്തിട്ടാലേ മഹകലക അനുദിന കദ്രുപതി ഭദ്രബട സഹാബുകൾ, അനുദിന കദ്രുപതി ഭദ്രബട സഹാബുകൾ, ചിന്തകൾ വർക്കപ്പുത്ത് അരുവേ തിപ്പിട്ടാരെ കുരിശികൾ. ഹലറിനെ നലറിടെ ഇടാരഹരിനന്തം, ഹലറിലെ നലറിടെ ഇറാഹരഹരിനന്തം. പത്രപ്പെട്ട് അച്ചി ചുകപ്പെത്തി ചാടി പിടിതട പ്രതിപൂർണ, പിടിതട പ്രതിപൂർണ. അരബുലര അമരസുര ആദിരാജ ദുജിനന്ദ ചിത്രിപ്പൂർപ്പച്ചം അകത്തൊത്തിട്ടാനേ, അകത്തൊത്തിട്ടാനേ. അരക്കോട് ചമറാലകളിൽ മഹാപ്രഭജമ പൊക്കും കത്തിച്ചിട്ട് അപ്പോർക്കളത്ത് സത്തോടെ കുരിയർക്ക്, അപ്പോർക്കളത്ത് കൃഷ്ണവന്ന ഉടലൊടി പടിപടിലടി എങ്കും പുഷ്കരത്ത് പത്രീടകൾക്ക് കൊക്കേവി തെളിവൊളി. ഹമലയിൽ തുടരുകൾ പല പല തനബിന്ദു, ഹമലയിൽ തുടരുകൾ പല പല തനബിന്ദും. വിട്ട് കുത്തി ദരിദ്രി മിത്തോലിട്ട അടലമരോർകൾ, അടലമരോർകൾ. അറബുനര അമരസുര ആദിരാജ ദുജിനങ്ക ചിത്രിപ്പൂർപ്പച്ചം അകത്തൊത്തിട്ടാനേ മഹകലക അനുദിന കദ്രുപതി ഭദ്രബട സഹാബുകൾ, അനുദിന കദ്രുപതി ഭദ്രബട സഹാബുകൾ, ചിന്തകൾ വർക്കപ്പുത്ത് അരുവേ തിപ്പിട്ടാരെ കുരിശികൾ. ഹലറിലെ നലറിടെ ഇറാഹരഹരിനന്തം, ഹലറിലെ നലറിടെ ഇറാഹരഹരിനന്തം. പത്രപ്പെട്ട് അച്ചി ചുകപ്പെത്തി ചാടി പിടിതട
പ്രതിപൂർണ പിടിതട പ്രതിപൂർണ